നമുക്കിന്നേ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് കറി വെച്ചാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. തീരെ ചെറിയ കഷ്ണങ്ങളല്ല കേട്ടോ, ഒരു മീഡിയം വലുപ്പം. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അത് മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് നാളികേരം വറക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് നാളികേരം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മിക്സിയിൽ നിന്ന് നാളികേരം എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളികേരം ഞാനിവിടെ കൊത്തിയിട്ട് എടുത്ത് വയ്ക്കുക ചെയ്യുക, ചിരകണ പതിവില്ല. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. എളുപ്പപ്പണിയാണല്ലോ നമ്മളെപ്പോഴും നോക്കുക. അങ്ങനെ നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2-3 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമ്മളത് വറുത്തെടുക്കണം. അതായത് നമ്മൾ പറയില്ലേ പുളിയുറുമ്പിൻ്റെ കളറൊക്കെ ആവണ വരെ എന്നുള്ളത്, അതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചിലർ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് അതിൽ ലേശം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് വേവിക്കും കേട്ടോ. ഞാൻ പക്ഷേ പൊടികൾ ഇത് വറുത്തതിന് ശേഷം ചേർക്കണം. അപ്പോൾ നന്നായിട്ട് വറന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് നോക്കിയിട്ട് മുളക് പൊടി ചേർക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് ഓൾറെഡി വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ഇവിടെ മുളക് പൊടി ചേർക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലെ ഈ നാളികേരം വറക്കലാണ് കുറച്ച് പാടുള്ള പരിപാടി, അതായത് കുറച്ച് സമയം എടുക്കുക. ബാക്കിയൊക്കെ പെട്ടെന്ന് തീരും. നമുക്ക് വേണമെങ്കിൽ ഇത് നാളികേരം തലേദിവസം വറുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. നെക്സ്റ്റ് ഡേ എടുത്ത് അരച്ച് നേരെ കറിയിലേക്ക് ചേർത്താലും മതി. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായി. ഇതേവിടെ നാളികേരം ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ 1 സവാള ചെറുതായി അരിഞ്ഞത്, നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വഴണ്ട ആവശ്യമില്ല, ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള ചേർക്കണോടൊപ്പം ചിലർ തക്കാളിയും ചേർക്കണം കണ്ടിട്ടുണ്ട്. അത് ചെറിയൊരു പുളി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർക്കാറില്ല. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിൽ 3-4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ നാളികേരം, അത് ചൂടാറിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം അതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഗ്രേവി നല്ല തിക്കാണെങ്കിൽ അത് ലൂസാക്കാനായിട്ട് നമ്മൾ തിളച്ച വെള്ളം മാത്രമേ അതിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, അതിൻ്റെ ഒരു കുത്ത് വരും. പിന്നെ നമ്മുടെ കറി അവിടെ നിന്ന് നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിലാവുമ്പോൾ നമുക്കത് വാങ്ങി വയ്ക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ പരിപാടി. ലാസ്റ്റ് ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം. ചിലർ കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് താളിച്ച് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ചുവന്നുള്ളി ഇട്ടിട്ടാണ് താളിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 4-5 ചുവന്നുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഉള്ളിയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ചിലർ താളിച്ചിടുന്നതിന് പകരം വെറുതെ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചും കണ്ടിട്ടുണ്ട് കേട്ടോ. അതായാലും ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഉള്ളി ചേർക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇത്? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. താങ്ക് യു.